എൻ്റെ അച്ഛനാണ്. അച്ഛൻ രാവിലെ വിളിച്ചെണീപ്പിച്ചപ്പോൾ എണീക്കാൻ പറ്റാതായപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അച്ഛൻ്റെ കാല് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, തീരെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടാണ് പോയത്. നമസ്കാരം, ഇത് ഡോക്ടർ KS പ്രസാദ്. 40 വർഷക്കാലമായി ഹോമിയോപ്പതി രംഗത്ത് സജീവമായിട്ട്. താങ്ക് യു ചിത്ര. എന്തുകൊണ്ടാണ് ചിത്രയ്ക്ക് ഇങ്ങനെ പറയാനുള്ള അവസരം ലഭിച്ചത്? 2025 മെയ്യിൽ എൻ്റെ അച്ഛൻ രാവിലെ എണീക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അച്ഛൻ്റെ ഒരു കാല് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അത് നമ്മളൊരു സർക്കുലേറ്ററി പ്രോബ്ലം എന്നൊക്കെ അല്ലാതെ അതിനപ്പുറം മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവരാണ് പറഞ്ഞത് ഇത് പാരലൈസ്ഡ് ആവുകയാണ്, ഇറ്റ്സ് എ സൈൻ ഓഫ് സ്ട്രോക്ക്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ന്യൂറോ ഡോക്ടറുള്ള എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓൺ ദ വേ ടു ദ ഹോസ്പിറ്റലാണ് എന്തായാലും ഡോക്ടർ പ്രസാദിനെ അപ്രോച്ച് ചെയ്തു. അച്ഛനെ ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു. ഡോക്ടർ വണ്ടിയിൽ കിടക്കുന്ന എൻ്റെ അച്ഛന് മെഡിസിൻ കൊണ്ടുപോയി കൊടുക്കുകയും വിത്തിൻ 15 മിനിറ്റ്സ് അച്ഛൻ്റെ ഫിംഗർ മൂവ് ചെയ്തു. ആദ്യം കാലിലെ ഫിംഗർ മൂവ് ചെയ്തു. ആൻഡ് ദെൻ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഇങ്ങനെ ഇത് തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോളൂ. ഫോർ ഹാഫ് ആൻ അവർ ആയപ്പോഴത്തേക്കിനും അച്ഛൻ്റെ കാല് മൂവ് ചെയ്തു. 2 hours അച്ഛൻ നടന്നാണ് ഡോക്ടറെ അടുത്ത് പിന്നെ മെഡിസിൻ വാങ്ങിക്കാൻ വന്നത്. അച്ഛൻ അതൊരു 5 days കഴിച്ചുള്ളൂ. അച്ഛൻ റിക്കവർ ആയല്ലോ എന്ന് വെച്ചിട്ട് വി ഡിസ്കണ്ടിന്യൂഡ് ദാറ്റ്. ഇനി ചിത്രയ്ക്ക് പറയാനുള്ള രണ്ടാമത്തെ അനുഭവം എന്താണ്? 4 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഓഫ് സ്ട്രോക്ക് വന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടി മോശമായിരുന്നു. കാലും കൈയും തളർന്നു. അപ്പോൾ ഞങ്ങൾ വേഗം റഷ് ചെയ്തു ഡോക്ടർ പ്രസാദിൻ്റെ അടുത്തേക്ക് തന്നെ. ഡോക്ടർ മെഡിസിൻ കൊടുത്ത് 2 hours അച്ഛൻ ഇതുപോലെ പെട്ടെന്ന് കോൺഷ്യസ്നെസ് വരാൻ ടൈം എടുത്തെങ്കിലും ബോഡി മൂവ്മെൻറ്റ് പെട്ടെന്ന് തന്നെ വന്നു. അത് കഴിഞ്ഞ് ഒരു 3 hours ആയപ്പോഴത്തേക്ക് അച്ഛന് കോൺഷ്യസ്നെസ് വന്നു. വീണ്ടും നടന്ന് തന്നെ അച്ഛനകത്തേക്ക് കയറി വന്നു. വി ഹാഡ് ടു കീപ്പ് ഹിം ഔട്ട്സൈഡ് ദ ഹൗസ് അത്രയും നേരം. കാരണം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹി വാസ് ടോട്ടലി അൺമൂവബിൾ. മാത്രമല്ല ഇത്രയും വലിയൊരു പ്രോസസ്സിന് ഞങ്ങൾക്ക് ആകെ ചിലവായത് വെറും 860 രൂപ മാത്രമാണ്. ഒരു ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ, എത്ര ലക്ഷം ചിലവാക്കുന്നതെന്ന് അറിയില്ല. എന്നിട്ട് കൂടി 860 രൂപയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സ്ട്രോക്ക് മാറി. ഞങ്ങളുടെ കുടുംബവും രക്ഷപ്പെട്ടു. എനിക്ക് പറയാനുള്ളത് ഹോമിയോപ്പതി സ്ലോ ആണെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ഏത് സ്ട്രോക്കും അറ്റ് ദ ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഏത് വൈദ്യശാസ്ത്രത്തിനേക്കാൾ വളരെ സ്പീഡി ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടും കൊടുക്കാൻ പറ്റും. ആ ക്ലോട്ടിനെ അബോർട്ട് ചെയ്ത് കളയാനും പറ്റും. പക്ഷേ പലരും ആ സമയത്ത് എത്താറില്ല. എന്നാൽ പോലും 2nd ഡേയോ 3rd ഡേയോ 4th ഡേയോ കിട്ടിയാൽ റിക്കവറി മറ്റ് ഏത് ശാസ്ത്രത്തെക്കാൾ കൂടുതൽ ഹോമിയോപ്പതിക്ക് കൊടുക്കാൻ എനിക്ക് 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. അതാണ് ഹോമിയോപ്പതിയുടെ ആർട്ട് അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് ഹോമിയോപ്പതി. താങ്ക് യു.